രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുകൊള്ള ആരോപണം യൂത്ത് കോൺഗ്രസിന് ഏറ്റെടുക്കാനായില്ല എന്ന് സംഘടനയിൽ വിമർശനം. യൂത്ത് ലീഗും ഇടതുപക്ഷവും വിഷയത്തിൽ നേട്ടമുണ്ടാക്കി എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വിമർശനമുയർന്നത്. യൂത്ത് കോൺഗ്രസ് കാഴ്ചക്കാരായി നിന്നു എന്നും കുറ്റപ്പെടുത്തലുണ്ട്. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് ചേരുകയാണ്. ലാൽ, വിവരങ്ങളില്ല. രാഹുൽ ഗാന്ധി കൊളുത്തിവിട്ട ഒരു തീയായിരുന്നു ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതിൻ്റെ അകത്ത് കേരളത്തിൽ നിന്നുള്ള BJPയുടെ ഏക MP കൂടിയായ സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിക്കാൻ നല്ലൊരു ആയുധം കിട്ടിയിട്ടും അത് യൂത്ത് കോൺഗ്രസിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായിട്ട് നിലനിൽക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധാഗ്നി മാത്രമാണ് രാത്രി 8 മണിക്ക് നടത്തിയത്. ആര് കാണാനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷം വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കുന്ന സ്ഥിതിയുണ്ട്, പ്രത്യേകിച്ച് യുവജന സംഘടനകളടക്കം. അതിനകത്ത് UDFന്റെ ഭാഗമായി നിൽക്കുന്ന യൂത്ത് ലീഗ് പോലും നേട്ടമുണ്ടാക്കുമ്പോൾ നോക്കുകുത്തിയായി നിൽക്കുന്ന നിലപാടാണ് യൂത്ത് കോൺഗ്രസിന് ഉണ്ടാകുന്നത്. യൂത്ത് കോൺഗ്രസിന് ഒരു ഘട്ടത്തിൽ പോലും ഇത് മുതലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വിമർശനം കൂടി ഉണ്ടാകുന്നുണ്ട്. ശക്തമായ പ്രതിഷേധം അതിനകത്ത് അലയടിക്കണം എന്ന ആവശ്യമാണ് ഗ്രൂപ്പിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വരുന്നുണ്ട് എങ്കിൽ പോലും പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ആ വിഷയത്തിൽ മൗനം തുടരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. യൂത്ത് ലീഗിന്റെ പ്രതിഷേധാഗ്നി നാളെ തൃശ്ശൂരിൽ നടക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് MPയുടെ ഓഫീസിലേക്ക് മാർച്ച് അടക്കമുള്ള പ്രതിഷേധങ്ങൾ അവർ പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. അതേസമയം യൂത്ത് കോൺഗ്രസ് ഒരു പദ്ധതിയും തയ്യാറാക്കിയില്ല. കഴിയുമെങ്കിൽ 19-ാം തീയതി തന്നെ, തൊട്ടടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് അലയടിച്ചെടുക്കണം. സംസ്ഥാനത്തൊട്ടാകെ ഇതുമായി ബന്ധപ്പെട്ട വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണം രാജ്യത്തുടനീളം അലയടിക്കുമ്പോഴും അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതിൽ, രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുന്നതിൽ, പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൊക്കെ യൂത്ത് കോൺഗ്രസ് പരാജയപ്പെട്ടു പോയി എന്ന വിമർശനമാണ് സംഘടനയിൽ നിന്ന് തന്നെ വരുന്നത്. ലാൽകൃഷ്ണൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.